ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റുകളാണ് നോക്കുന്നത്. UNSCയിൽ ഇറാൻ്റെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്നത്, യുദ്ധം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓൺ ടേംസ് ആൻഡ് കണ്ടീഷനിൽ കാര്യങ്ങൾ നടക്കണം. എങ്ങനെയുണ്ട്? ഇപ്പോൾ ട്രംപ് വിചാരിച്ചാൽ പോലും യുദ്ധം നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് മിലിറ്ററി പവർ കൊണ്ട് യുദ്ധം നേടാം എന്നുള്ള സാഹചര്യത്തിൽ നിന്ന് മാറി സ്ട്രാറ്റജിക് വാർ ടാക്ടിക്സ്, അതിലൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള തരത്തിൽ മാറിയിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ ശൈലി മാറിയിട്ടുണ്ട്, യുദ്ധത്തിൻ്റെ രീതി മാറിയിട്ടുണ്ട്. ഇപ്പം അമേരിക്കയ്ക്കാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരു തട്ടിയിട്ട് വരാനൊന്നും പറ്റത്തില്ല. അവരുടെ കയ്യിലുള്ളതെല്ലാം ഒറ്റ അടി അടിച്ചാൽ ഒരു 8-10 നില ബിൽഡിങ്ങുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി പോകുന്ന തരത്തിലുള്ള ആയുധങ്ങളാണ് അമേരിക്കയുടെ കയ്യിലും ഇസ്രായേലിൻ്റെ കയ്യിലൊക്കെ ഉള്ളത്. ഇപ്പോൾ ഈ ടോമോഹോക്സ് മിസൈൽ തന്നെ അമേരിക്ക ഇസ്രായേലിന് കൊടുത്തിട്ടില്ല. കാരണം എന്താണ്? ഇസ്രായേലിന് കൊടുത്ത അവർ ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റിന് പോയിട്ട് ഇടുന്നത് പോലെ 2 ടോമോഹോക്സ് ഒക്കെ വെറുതെ അങ്ങ് പോയി ഇടും. ഇതാണ് ഇസ്രായേലിൻ്റെ ശൈലി. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക അളന്ന് കുറിച്ചാണ് ബോംബുകളൊക്കെ ഇസ്രായേലിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ സ്വന്തമായിട്ട് മറ്റു പല രാജ്യങ്ങളിൽ കൂടി നിർമ്മിക്കുന്നത് അമ്യൂണിഷൻസൊക്കെ. കാരണം ഇസ്രായേലിന് വേണ്ട കപ്പാസിറ്റിയിലുള്ള സാധനം ഒരുപക്ഷെ അമേരിക്ക കൊടുക്കില്ല. കൺട്രോൾഡ് മെഷേഴ്സ് ആയിരിക്കും എപ്പോഴും. അതുകൊണ്ടാണ് ഇസ്രായേൽ, ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ, അതേപോലെ മറ്റു പല രാജ്യങ്ങളെ ആശ്രയിച്ച് അവരുടെ ഡിഫൻസ് പ്രോഡക്ട്സ്, അതേപോലെ അമ്യൂണിഷൻസ് ഒക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. എനിവേ, ഇപ്പോൾ നിലവിലെ സാഹചര്യം ഇതാണ്. UNSCയിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അറബ് രാജ്യങ്ങളൊക്കെ ഈ വരാൻ പോകുന്ന ഈദ് ഹോളിഡേയ്സിനെ കാരണമായി കാണിച്ചുകൊണ്ട് ഈദ് ഹോളിഡേയ്സിലേക്ക് ഒരു ടെമ്പററി സീസ് ഫയർ ആവാം, അത് കഴിഞ്ഞിട്ട് ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാം എന്നുള്ള പ്രപ്പോസൽസ് ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രമാത്രം ഇസ്രായേലിൻ്റെ മുന്നിൽ വില പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ട്രംപിനാണെങ്കിൽ ഇസ്രായേലിനെതിരെ ഒന്നും പറയാനും പറ്റത്തില്ല. കാരണം നെതന്യാഹും ഞാനും ഒരുമിച്ചാണ് ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്, അഥവാ യുദ്ധം അവസാനിപ്പിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ച് യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താനൊന്നും പറ്റത്തില്ല. ഇസ്രായേൽ ആണെങ്കിൽ ഇറാന്റെ ഉള്ളിൽ കണ്ണി കാണുന്ന കംപ്ലീറ്റ് സ്ഥലങ്ങളിലും സകലമാന സ്ഥലങ്ങളും അറ്റാക്ക് ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ആണെങ്കിൽ കൃത്യമായിട്ട് ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ ലോഞ്ച് പാഡുകൾ, ഇത്തരത്തിലുള്ള കീ ഏരിയ ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയത്. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പോലും അമേരിക്കയ്ക്ക് അവരുദ്ദേശിച്ചതുപോലെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാത്തത്. ഇപ്പം ഇന്ന് മൈനിൻ്റെ സ്റ്റോറികളൊക്കെ പറയുന്നുണ്ട്. 6000 മൈൻ, 5000 മൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്റ്റോറികളൊക്കെ പറയുന്നുണ്ട്. ഈ മൈൻ സ്വീപ്പിംഗ് മിഷൻസ് ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. പക്ഷേ അതത്ര പ്രാക്ടിക്കൽ അല്ല. കാരണം ഈ കടൽ വെള്ളത്തിൽ ഈ മൈനുകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്ര എളുപ്പമല്ല ഇത്. കാരണം ആ സാഹചര്യത്തിൽ ഇറാൻ്റെ സൈഡിൽ നിന്ന് വരുന്ന കമിക്കാസ്, ഇതേപോലെ ഷാഹിദ് ഡ്രോണുകളെയൊക്കെ പേടിച്ച് വേണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിലേക്ക് പോയിട്ട് ഇത്തരത്തിലുള്ള മിഷനൊക്കെ നടപ്പിലാക്കാൻ. അപ്പം അതുകൊണ്ട് ചാലഞ്ചസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ ട്രംപിന് മുന്നോട്ട് പോകണോ ഇല്ലെങ്കിൽ പിന്മാറണോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പിന്മാറാൻ പറ്റാത്ത സാഹചര്യം. പിന്നെ ഇറാൻ്റെ എക്കണോമിക് ലോസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ആ രാജ്യം ഒരു 10-30 വർഷത്തേക്ക് പുറകിലോട്ട് പോയിട്ടുണ്ട്, അത് ഉറപ്പാണ്. അതിൽ യാതൊരു മാറ്റമില്ല. ഇനി ഈ യുദ്ധം നിന്നാൽ തന്നെയും പോസ്റ്റ് വാറിൽ അമേരിക്ക തീർച്ചയായിട്ടും ഉപരോധങ്ങൾ ശക്തിപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ഇറാൻ അത്ര എളുപ്പത്തിൽ സർവൈവ് ചെയ്ത് വരാൻ പറ്റത്തില്ല. ഓൾറെഡി തന്നെ അവിടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ ആക്രമണം കൊണ്ടല്ല. അവിടുത്തെ പ്രതിസന്ധി, അവിടെ എക്കണോമിക് സിറ്റുവേഷൻ ശരിയല്ലാതെയാണ് അവിടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. അതിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനി പോസ്റ്റ് വാറിലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. യുദ്ധം അവസാനിക്കുന്നെങ്കിൽ, യുദ്ധം അവസാനിപ്പിച്ച് ട്രംപ് പിന്മാറിയാൽ അമേരിക്ക തോറ്റതായിട്ട് തന്നെ ലോകം വിലയിരുത്തും. അതും ട്രംപ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം മുന്നോട്ട് വെച്ചൊരു കാലം പിന്നോട്ട് വെക്കാൻ പറ്റാതെ മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള നിർബന്ധിത ഘട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ നാണക്കേടും അപമാനവും ഒക്കെ സഹിച്ച് അമേരിക്ക പുറകോട്ട് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനകത്തൊന്നും പറയാനില്ല. കാരണം ട്രംപാണ്. ട്രംപിനെ കുറിച്ച് നമുക്ക് ഒരു രീതിയിലുള്ള വിലയിരുത്തലുകളും സാധ്യമല്ല എന്നുള്ളതാണ്. UNSCയിൽ ബഹ്റൈൻ ശക്തമായി ആഞ്ഞടിച്ചിട്ടുണ്ട് ഇറാനെതിരെ. കാരണം ബഹ്റൈൻ എന്ത് തരത്തിലാണ് ഇറാനെ ഹേർട്ട് ചെയ്തിട്ടുള്ളത്? ഇറാനെതിരെ ഒരു നീക്കങ്ങളും ബഹ്റൈൻ ചെയ്തിട്ടില്ല. എന്നിട്ടും ബഹ്റൈനിന് മേളിൽ ആക്രമണം നടത്താൻ നിങ്ങളുടെ കഴിവുകേടല്ലേ ശരിക്കും അമേരിക്കയല്ലേ ടാർഗറ്റ് ചെയ്യേണ്ടത്? അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് ബഹ്റൈൻ UNSCയിൽ സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും അറബ് രാജ്യങ്ങളുടെ ശക്തമായ രീതിയിലുള്ള പ്രതികരണം, വാക്കുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് UNSCയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ബാങ്കുകളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെതിരെ റിറ്റാലിയേറ്റ് ചെയ്തിരിക്കുമെന്നാണ് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഇറാന്റെ ലീഡർഷിപ്പിനെ ഞങ്ങൾ 2 വട്ടം തകർത്തിട്ടുണ്ട്.
അപ്പം ട്രംപ് പ്രതീക്ഷിച്ചിരുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ റെജീം ചേഞ്ച് കൊണ്ടുവരാമെന്നാണ്. പക്ഷേ റെജീം ചേഞ്ച് അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ആക്രമിച്ചേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ റെജീം ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല. അസാധ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇനി ഹെസ്ബുള്ളയെ കുറിച്ചുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഹെസ്ബുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് അവർ ഒരു സിംഗിൾ ഗ്രൂപ്പായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴായിട്ട് ഇസ്രായേലിന് ചോർന്ന് കിട്ടുന്നതായിട്ടും ഇസ്രായേൽ ആ കമ്മ്യൂണിക്കേഷൻ ഫോളോ അപ്പ് ചെയ്ത് ഇവർക്ക് നേരെ ആക്രമണങ്ങൾ കൃത്യമായിട്ട് ടാർഗറ്റഡ് പ്രിസൈസ് അറ്റാക്ക് നടത്തുന്നതായിട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് അങ്ങനെ പലതരം ഗ്രൂപ്പുകളായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 5 പേർക്കുള്ളിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് കുറിപ്പ് എഴുതി കൊടുത്തയക്കുക. അപ്പോൾ ഈ 5 പേര് ഒരു സിംഗിൾ ഗ്രൂപ്പ്, അതിൻ്റെ മേളിൽ ഈ 5 ഗ്രൂപ്പിൽ ഒരാൾ ഇതേപോലെ പല 5 ഗ്രൂപ്പുകളിൽ നിന്നും ഓരോരുത്തർ വീതം, അതിന് ടോപ്പിൽ 5 ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ 5 പേരായിട്ടുള്ള ഗ്രൂപ്പുകൾ. അപ്പോൾ അതിന് ഹൈറാർക്കി ഉണ്ട്. ഈ ഹൈറാർക്കി ത്രൂ ഇവർ ഈ മെസ്സേജ് പാസ് ചെയ്യുകയാണ്, എഴുത്തിലൂടെയാണ് ഇവർ പാസ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് പേജർ തൊട്ട് മൊബൈൽ ഫോൺ തൊട്ട് എന്ത് തരത്തിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ചാലും ഇസ്രായേൽ അതിനെ ട്രാക്ക് ചെയ്ത് ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നുള്ളതാണ് ഇതിനകത്ത് ഹെസ്ബുള്ള നേരിടുന്ന ഒരു വെല്ലുവിളി. അപ്പോൾ അതുകൊണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഇപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. തീർച്ചയായിട്ടും ഇസ്രായേലിന് ഇതിനും എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഉണ്ടാവും, അവർ ഇതിനൊരു സൊല്യൂഷൻ കാണും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ വളരെ ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, എത്ര നാൾ വേണമെങ്കിലും ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ. അമേരിക്ക പിന്മാറിയാലും ഇസ്രായേൽ പിന്മാറുന്ന ലക്ഷണമില്ല, അതാണ് ഇസ്രായേലിന്റെ നിലപാട്. അമേരിക്ക ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്ന ആക്രമണങ്ങൾ തടഞ്ഞു നിർത്താനാണ് ശ്രമിക്കുന്നത്. ഇതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ടെൻഷൻ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സേഫ് ഗാർഡ് ചെയ്യുക, അതിനുവേണ്ടിയിട്ടാണ് അമേരിക്ക മുന്നോട്ട് പോകണോ ഇല്ലെങ്കിൽ ഇതിനകത്ത് ചർച്ച നടത്തി അമേരിക്ക പിന്മാറണോ എന്നുള്ള ചിന്തകളൊക്കെ ട്രംപിന് വരുന്നത്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഇസ്രായേൽ നിർത്താൻ തയ്യാറല്ല. ഇറാഖിന്റെ ഉള്ളിലുള്ള അമേരിക്കൻ സ്ഥാപനങ്ങൾ, അതേപോലെ അമേരിക്കൻ ബേസ്, ഈ ഏരിയകളൊക്കെ ടാർഗറ്റ് ചെയ്ത് ഇറാൻ ആക്രമണങ്ങൾ കൂടുതൽ നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞത് വാർ അവസാനിക്കും, പക്ഷേ അത് ഇറാന്റെ ആവശ്യം അനുസരിച്ച് അവസാനിക്കും, അല്ലാതെ അമേരിക്കയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് അവസാനിക്കില്ല എന്നാണ് പുള്ളിക്കാരന്റെ സ്റ്റേറ്റ്മെന്റ്. ഇസ്രായേൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ, എക്സ്പാൻഷൻ, ഇറാനും ഹെസ്ബുള്ളയും ഒരേപോലെ എക്സ്പാൻഡ് ചെയ്ത് അറ്റാക്ക് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എഫക്റ്റീവായിട്ട് അറ്റാക്ക് നടത്തും. GCC രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഇറാനെതിരെ കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒമാന്റെ സലാലായിലുള്ള പോർട്ട് അറ്റാക്ക് ചെയ്തതിനെ തുടർന്നാണ് GCC രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഇറാനെ കണ്ടംപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇന്ത്യയെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. ഇന്ത്യയുടെ പൊസിഷൻ, അതിനെക്കുറിച്ച് പലരും പല രീതിയിലുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യക്കുള്ളിൽ തന്നെ ഇറാനെ അനുകൂലിക്കണം, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നുണ്ട്. ഇറാൻ നമ്മുടെ സുഹൃത്താണ്. യെസ്, ഇറാൻ നമ്മുടെ സുഹൃത്താണ്. ഇറാനെ അനുകൂലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇറാനെ അനുകൂലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിൽ അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത് ജിയോ പൊളിറ്റിക്സിൽ ഫോറിൻ പോളിസി മോണിറ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ സാഹചര്യത്തിൽ നമുക്ക് ഇറാനെ പോലെ തന്നെ അതിനേക്കാളും ഒരുപടി മുകളിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടും നമുക്ക് ബന്ധമുണ്ട്. നമ്മളുടെ ഏതാണ്ട് 1 കോടിയിലധികം ആൾക്കാർ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്, ഇന്ത്യൻസ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇറാനെ നമുക്ക് ഓപ്പൺ ആയിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം മെയിനായിട്ട് പല കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ LNG ഷോർട്ടേജ്. ഇപ്പം ഇറാനുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ ചൈനയ്ക്ക് എണ്ണക്കപ്പലുകൾ കൊണ്ടുപോകാൻ കഴിയുന്നത് പോലെ ഇന്ത്യക്കും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ ഈ LNG ഷിപ്മെന്റ് നടത്തിക്കൂടെ? ഇറാൻ ഒരു സോളിഡാരിറ്റിയോ അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് ഒരു കണ്ടോലൻസോ രേഖപ്പെടുത്താത്തത് കൊണ്ടല്ലേ നമുക്ക് ഇറാന്റെ മുന്നിലൂടെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഷിപ്മെന്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ വിമർശനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ യുദ്ധം അവസാനിക്കും. ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് വാർ ഇറ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ പോസ്റ്റ് വാറിൽ ഇന്ന് ഇറാന്റെ മിസൈലുകൾ ഏറ്റുവാങ്ങിയ ഒരൊറ്റ രാജ്യം പോലും ഇറാനുമായിട്ട് സഹകരിക്കില്ല. ഇറാനെ വല്ലാത്ത രീതിയിൽ ഒതുക്കി വെക്കും. ആ സാഹചര്യത്തിൽ ഇന്ത്യ, നിങ്ങൾ അന്ന് ഞങ്ങൾക്കൊപ്പം നിന്നില്ലല്ലോ ഈ യുദ്ധം നടന്ന സമയത്ത്, അന്ന് നിങ്ങൾ ഇറാനൊപ്പമല്ലേ നിന്നിരുന്നത് എന്നുള്ള ചോദ്യം വരും. നമ്പർ 1, ഇത് ചോദ്യമായിട്ട് മുന്നോട്ട് വരുന്നില്ലെങ്കിലും ഇത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ മനസ്സിൽ കിടക്കും. അവർ ആ ഒരു ഗ്രഡ്ജ് വെച്ചുകൊണ്ടായിരിക്കും ഇന്ത്യയുമായിട്ട് പെരുമാറുന്നത്. പിന്നീട് ഇന്ത്യയെ അവർ അത്തരത്തിലായിരിക്കും നോക്കിക്കാണുന്നത്. രണ്ടാമത്, ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ ഗ്യാസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്തു നിന്നാണ് ഗ്യാസ് കൊണ്ടുവരേണ്ടത്? ബഹ്റൈനിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, ഇത്തരം രാജ്യങ്ങളിൽ നിന്നല്ലേ കൊണ്ടുവരേണ്ടത്. ഈ 2 രാജ്യങ്ങളിൽ തന്നെ ഇറാന്റെ ആക്രമണത്തിന് വിധേയമായ രാജ്യങ്ങളാണ്. അപ്പൊ അവര് ഇറാനുമായിട്ട് സഹകരിച്ച് നമുക്ക് ഈ ഷിപ്മെന്റ് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കിയെങ്കിലും പിന്നീട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഇതൊക്കെ ഫോറിൻ പോളിസി ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ജസ്റ്റ്
വായടച്ചു വെച്ചിട്ട് മിണ്ടാതിരിക്കുന്നത്. ഇന്ത്യ പലപ്പോഴും പല വിഷയങ്ങളിലും അങ്ങനെ പ്രതികരിക്കാറില്ല, ഒരു കാര്യങ്ങളിലേക്കും അങ്ങനെ എടുത്തു ചാടി മുന്നോട്ട് പോയി വീഴാറില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ വിമർശിക്കുന്നവർക്ക് ഘോര വിമർശിക്കാം, അവർക്ക് പല രീതിയിലും വിമർശിക്കാം, പല കാരണങ്ങളും കണ്ടെത്താം. പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുടെ ഉള്ളിൽ FBI വാർണിംഗ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് FBI കൊടുത്തിരിക്കുന്നത്. അമേരിക്ക ആണെങ്കിൽ ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് പൂർണ്ണമായിട്ടുള്ള റൈറ്റ് ഉണ്ട്. എന്തിനാണ്? ഇറാനെ ആക്രമിക്കാനും ഹെസ്ബുള്ളയെ ആക്രമിക്കാനും പൂർണ്ണ റൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്ക നിർത്തിയാലും ഇസ്രായേൽ നിർത്തില്ല, അവര് യുദ്ധം തുടരും. അതായത് അമേരിക്ക ഇസ്രായേലിനെ വെച്ച് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് റഷ്യയാണ്. ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റഷ്യയാണെന്നേ പറയുള്ളൂ. കാരണം റഷ്യക്കാണ് ഇപ്പം ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഡിൽ ഈസ്റ്റ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.